ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂവ്. ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇതാണ്. ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇതാണ്. ഇത് നീലയാണ്. വെള്ള ഒരു 5 പൂവ് 5 പൂവ് എടുത്ത് അത് വെള്ളത്തിലിട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളം കുടിക്കാം. ശംഖുപുഷ്പത്തിൻ്റെ വേരുകൾ നല്ലതാണ്. ശംഖുപുഷ്പത്തിൻ്റെ വേര് ഉണക്കി അത് ഉണക്കി അതിൻ്റെ വേരുകൾ ഉണക്കി അതിന് പൊടിച്ച് അതും അതിൻ്റെ വിത്തുകളും നല്ലതാണ്. ശംഖുപുഷ്പം നല്ല ഒരു ഓർമ്മശക്തി മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ ചെടി. ശംഖുപുഷ്പം ഒരു നല്ല ബ്ലാക്ക് ചായ ഉണ്ടാക്കാം, ബ്ലാക്ക് ടീ ഉണ്ടാക്കാം. വീട്ടില് കല്യാണം എടുക്കുമ്പോഴൊക്കെ തുടങ്ങി കഴിഞ്ഞു. പെട്ടെന്ന് രാവിലെ പോണേ. ശരി. അച്ഛാ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ജോത്സ്യൻ പറഞ്ഞത് എന്തർത്ഥത്തിലാ? അമ്പലത്തിൽ വെച്ച് സ്വാമി പറഞ്ഞ സത്യമാണോ? പൊരുത്തത്തിന്റെ ഫലമായിട്ടേ ഒരു കാര്യം കൂടെ ജോത്സ്യൻ പറഞ്ഞു. എന്താ? നിന്റെ കല്യാണം നേരത്തെ കഴിക്കുന്നു. അത് ഈ കേൾക്കുന്നതിലൊക്കെ ഞാൻ അർത്ഥം കണ്ടുപിടിക്കുന്നതാണോ? അല്ലെങ്കിൽ വീണ്ടും ജോലി? ശംഖുപുഷ്പത്തിന്റെ വെള്ളമാണ്. ഇത് തിളപ്പിച്ചാറി വെള്ളം ഉണ്ടാക്കിയത് ആണ്. ഇന്നലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ച് ചൂടുവെള്ളം അയക്കി എന്നിട്ട് 5 പൂവുകൾ ഇട്ട് അത് വെള്ളം പിറ്റേ ദിവസമാണ് കുടിക്കുക. ഒരു കമ്പനി തുടങ്ങിയെന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? കഴിവുള്ള ഡിസൈനേഴ്സിന് കിട്ടണ്ടേ? നല്ല ഡിസൈനേഴ്സ് മുഴുവൻ അലിയയിലല്ലേ? അതുകൊണ്ട് നീ വിഷമിക്കണ്ട. അച്ഛൻ പക്ഷെ ആകെ ഡിസ്റ്റർബ്ഡ്.
എനിക്കും അതാ മനസ്സിലാവാത്തത്. മറ്റൊരു ഇഷ്യൂവിനും കൊടുക്കാത്ത പ്രാധാന്യമാണ് സാർ ഇതിന് കൊടുക്കുന്നത്. മഹി, നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് VR ഡിസൈൻസിന്റെ കേരളത്തിലെ ഇൻചാർജ് ആരാണെന്ന് കണ്ടുപിടിക്കുക. കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ കൃഷ്, അത് ഞാനേറ്റ്. VR ഡിസൈൻസിന്റെ കേരള ഇൻചാർജിനെ ഈ മഹിബാൽ തപ്പിയുള്ളൂ. तुम बसे हो सपने हजार बनके, आँखों में तुम बसे हो सपने हजार बनके, मेरे दिल में यूं ही रहना, हाय मेरे दिल में यूं ही रहना, तुम प्यार प्यार बनके आए हो मेरी जिंदगी में, तुम बहार बनके।